പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഹാവൻസ് ഫ്ലേവറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഏറ്റവും അനുയോജ്യമായ ചായയാണ്. നമ്മളുടെ കുട്ടികൾ പനിയും മറ്റ് ബുദ്ധിമുട്ടുകളാൽ വലയുന്നു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും നമ്മുടെ മക്കൾക്ക് രാത്രി കുടിക്കാനായിട്ട് കൊടുക്കേണ്ട, നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ പ്രതിരോധശേഷി വർദ്ധിക്കാനായിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ചായയാണിത്. അതിനു വേണ്ടി ഞാനിവിടെ കുഞ്ഞ് വെളുത്തുള്ളികളായതുകൊണ്ടാണ്, ഒരു 10-15ഓളം വെളുത്തുള്ളിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ വെളുത്തുള്ളിയാണ്, ഒരു 5-8 വെളുത്തുള്ളി മതി. ഇത് ഒരുപാട് നമ്മൾ ക്വാണ്ടിറ്റിയിൽ കുടിക്കണമെന്നില്ല, ഒരു 2 സിപ്പ് എങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. ഇതൊരു വലിയ കഷ്ണം ഇഞ്ചി, അതും പിന്നീട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ജീരകം, ഒരു 1/2 സ്പൂൺ കുരുമുളക്, ഒരു 1/2 സ്പൂൺ പെരിഞ്ചീരകം. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ച് നമുക്ക് ഒരു വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. 1 കപ്പ് വെള്ളം 1/2 കപ്പായിട്ട് നമ്മൾ പറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉപകാരമാണ്. കാരണം ഈ കാലാവസ്ഥയിൽ നമുക്ക് വളരെയധികം പ്രതിരോധശേഷി ആവശ്യമാണ്. ഇത് കൊറോണ കാലത്ത് പോലും ഞങ്ങൾ ശരിക്കും കുടിച്ചുകൊണ്ടിരുന്ന ഒരു ചായയാണ്. ഇതെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതെല്ലാവരും ദിവസം എന്ന രീതിയിൽ വെറും വയറ്റിൽ ഇത് കുടിക്കരുത്. ദിവസം എന്ന രീതിയിൽ ഒരു രാത്രി കിടക്കണതിന് മുമ്പ് ഒരു 2 സിപ്പെങ്കിലും ഇതൊന്ന് കുടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ നല്ലതാണ്. വളരെ ഉപകാരമുള്ളൊരു ചായയാണ്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിനകത്ത് ഇട്ടാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടും. ഇതൊന്ന് പറ്റിച്ച് ഒരു 1/2 ഗ്ലാസ്സായിട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചായ റെഡിയായി. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും, നിങ്ങളിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും, വലിയ അസുഖങ്ങളുടെ കാര്യം എനിക്കറിയില്ല, പനിയുടെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചായ കുടിച്ചതുകൊണ്ട് ഒരു ദോഷവുമില്ല. ഇതാ നമ്മുടെ ഹെൽത്തി ചായ ഇവിടെ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.